ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ടാക്യുൻ പി എസ് സി. ടാക്യുൻ പി എസ് സിയിൽ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് 2020 ഡിസംബർ മാസത്തിലെ കറണ്ട് അഫയേഴ്സ് ആണ്. 2020 ഇന്ത്യയിലെ ഏറ്റവും മികച്ച മുനിസിപ്പൽ കോർപ്പറേഷനായി കേന്ദ്ര നഗരകാര്യ മന്ത്രാലയം തിരഞ്ഞെടുത്തത് വിശാഖപട്ടണത്തെയാണ്. 2020 ഇന്ത്യയിലെ ഏറ്റവും മികച്ച മുനിസിപ്പൽ കോർപ്പറേഷനായി കേന്ദ്ര നഗരകാര്യ മന്ത്രാലയം തിരഞ്ഞെടുക്കപ്പെട്ടത് വിശാഖപട്ടണത്തെയാണ്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ നാഷണൽ ക്വാളിറ്റി അഷുറൻസ് സ്റ്റാൻഡേർഡ് അംഗീകാരം ലഭിച്ച ആരോഗ്യ കേന്ദ്രങ്ങളുള്ള ജില്ല കണ്ണൂരാണ്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ നാഷണൽ ക്വാളിറ്റി അഷുറൻസ് സ്റ്റാൻഡേർഡ് അംഗീകാരം ലഭിച്ച ആരോഗ്യ കേന്ദ്രങ്ങളുള്ള ജില്ല കണ്ണൂരാണ്. ന്യൂമോണിയ വാക്സിൻ ഇന്ത്യയിൽ ആദ്യമായി വികസിപ്പിച്ചത് സെറം ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇന്ത്യ, പൂനെയാണ്. ഇന്ത്യയിൽ ആദ്യമായി ന്യൂമോണിയ വാക്സിൻ വികസിപ്പിച്ചത് സെറം ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇന്ത്യ, പൂനെ. 2020 BBC സ്പോർട്സ് പേഴ്സൺ ഓഫ് ദി ഇയറായി തിരഞ്ഞെടുക്കപ്പെട്ടത് ലൂയിസ് ഹാമിൽട്ടനെയാണ്. 2020 BBC സ്പോർട്സ് പേഴ്സൺ ഓഫ് ദി ഇയറായി തിരഞ്ഞെടുക്കപ്പെട്ടത് ലൂയിസ് ഹാമിൽട്ടൺ. ഇന്ത്യയിൽ ആദ്യമായി നായ്ക്കൾക്ക് ശ്മശാനം സ്ഥാപിതമാകുന്നത് ഡൽഹിയിലാണ്. ഇന്ത്യയിൽ ആദ്യമായി നായ്ക്കൾക്ക് ശ്മശാനം സ്ഥാപിതമാകുന്നത് ഡൽഹിയിലാണ്. കേരളത്തിൽ ആദ്യമായി ഷിഗല്ല രോഗം റിപ്പോർട്ട് ചെയ്തത് ഏത് ജില്ലയിലാണ്? കോഴിക്കോട് ജില്ലയിലാണ് കേരളത്തിൽ ആദ്യമായി ഷിഗല്ല രോഗം റിപ്പോർട്ട് ചെയ്തത്. ഇന്ത്യ പോസ്റ്റ് പേയ്മെന്റ് ബാങ്ക് പുറത്തിറക്കിയ ആപ്ലിക്കേഷന്റെ പേരാണ് ഡാക് പേ. ഇന്ത്യ പോസ്റ്റ് പേയ്മെന്റ് ബാങ്ക് പുറത്തിറക്കിയ ആപ്ലിക്കേഷന്റെ പേരാണ് ഡാക് പേ. ഇന്ത്യയിൽ ഏറ്റവും വലിയ റിന്യൂവബിൾ എനർജി പാർക്ക് നിലവിൽ വരുന്നത് ഏത് സംസ്ഥാനത്താണ്? ഗുജറാത്തിലാണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ റിന്യൂവബിൾ എനർജി പാർക്ക് നിലവിൽ വരുന്നത്. US വായു ഗുണനിലവാര സൂചിക പ്രകാരം ലോകത്തിലെ ഏറ്റവും മലിനീകരണമുള്ള നഗരമായി മാറിയത് ലാഹോറാണ്. US വായു ഗുണനിലവാര സൂചിക പ്രകാരം ലോകത്തിലെ ഏറ്റവും മലിനീകരണമുള്ള നഗരമായി മാറിയത് ലാഹോർ. രണ്ടാം സ്ഥാനം ന്യൂഡൽഹി. സംസ്ഥാനത്തെ മികച്ച കായിക താരത്തിനുള്ള 32ാമത് ജിമ്മി ജോർജ് ഫൗണ്ടേഷൻ അവാർഡിന് അർഹയായത് മിനിമോൾ എബ്രഹാം. സംസ്ഥാനത്തെ മികച്ച കായിക താരത്തിനുള്ള 32ാമത് ജിമ്മി ജോർജ് ഫൗണ്ടേഷൻ അവാർഡിന് അർഹയായത് മിനിമോൾ എബ്രഹാം. സംസ്ഥാനത്ത് ഉൾനാടൻ ജലാശയ മത്സ്യകൃഷി വിപുലമാക്കുന്നതിനായി അടുത്തിടെ ഫിഷറീസ് വകുപ്പ് ആരംഭിച്ച പദ്ധതിയാണ് ഒരു നെല്ലും ഒരു മീനും. സംസ്ഥാനത്ത് ഉൾനാടൻ ജലാശയ മത്സ്യകൃഷി വിപുലമാക്കുന്നതിനായി അടുത്തിടെ ഫിഷറീസ് വകുപ്പ് ആരംഭിച്ച പദ്ധതിയാണ് ഒരു നെല്ലും ഒരു മീനും. ഇന്ത്യയിലെ ഏറ്റവും ഉയരത്തിലുള്ള സൗരോർജ്ജ പദ്ധതി നിലവിൽ വന്നത് ലഡാക്കിലെ ലേയിലാണ്. ഇന്ത്യയിലെ ഏറ്റവും ഉയരത്തിലുള്ള സൗരോർജ്ജ പദ്ധതി നിലവിൽ വന്നത് ലഡാക്കിലെ ലേ. പദ്ധതിയുടെ പേരാണ് പ്രൊവിഷൻ ഓഫ് സോളാർ ഫോട്ടോവോൾട്ടായിക് പവർ പ്ലാന്റ് 1.5 മെഗാവാട്ട് എന്നാണ്. പുതിയ ലോക്സഭ സെക്രട്ടറി ജനറൽ ആരാണ്? ഉത്പൽ കുമാർ സിംഗ് ആണ് ലോക്സഭയുടെ പുതിയ സെക്രട്ടറി ജനറൽ. 2020 സാഹിത്യ ശ്രേഷ്ഠ പുരസ്കാരം ലഭിച്ചത് ആർക്കാണ്? ഡോക്ടർ ജോർജ് ഓണക്കൂറിനാണ് 2020 സാഹിത്യ ശ്രേഷ്ഠ പുരസ്കാരം ലഭിച്ചത്. ഡോക്ടർ ജോർജ് ഓണക്കൂറിൻ്റെ ആത്മകഥയുടെ പേരാണ് ഹൃദയരാഗങ്ങൾ. ഹൃദയരാഗങ്ങൾ ഡോക്ടർ ജോർജ് ഓണക്കൂറിൻ്റെ ആത്മകഥയാണ്. മെരിയം വെബ്സ്റ്റർ 2020 വേർഡ് ഓഫ് ദി ഇയറായി തിരഞ്ഞെടുത്തത് പാൻഡമിക്. മെരിയം വെബ്സ്റ്റർ 2020 വേർഡ് ഓഫ് ദി ഇയറായി തിരഞ്ഞെടുത്ത വേർഡാണ് പാൻഡമിക്. എല്ലാ പരീക്ഷണ ഘട്ടങ്ങൾക്കും ശേഷം കോവിഡ് വാക്സിൻ വിതരണത്തിന് അനുമതി നൽകിയ ആദ്യ രാജ്യമാണ് ബ്രിട്ടൻ. എല്ലാ പരീക്ഷണ ഘട്ടങ്ങൾക്കു ശേഷം കോവിഡ് വാക്സിൻ വിതരണത്തിന് അനുമതി നൽകിയ ആദ്യ രാജ്യമാണ് ബ്രിട്ടൻ. ലോകത്ത് ആദ്യമായി കോവിഡ് വാക്സിൻ സ്വീകരിച്ച ബ്രിട്ടീഷുകാരിയാണ് മാർഗരറ്റ് കീനോ. ലോകത്ത് ആദ്യമായി കോവിഡ് വാക്സിൻ സ്വീകരിച്ച ബ്രിട്ടീഷുകാരിയാണ് മാർഗരറ്റ് കീനോ. 2020-21 ബാഫ്റ്റ ബ്രേക്ക് ത്രൂ സംരംഭത്തിൻ്റെ ബ്രാൻഡ് അംബാസിഡറായി നിയമിതനായത് AR റഹ്മാനാണ്. 2020-21 ബാഫ്റ്റ ബ്രേക്ക് ത്രൂ സംരംഭത്തിൻ്റെ ബ്രാൻഡ് അംബാസിഡറായി നിയമിതനായത് AR റഹ്മാൻ. പ്രവാസികൾക്ക് പ്രോക്സി വോട്ടിന് പകരം കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കൊണ്ടുവന്ന ഇലക്ട്രോണിക് തപാൽ സംവിധാനത്തിൻ്റെ പേരാണ് ETPBS. പ്രവാസികൾക്ക് പ്രോക്സി വോട്ടിന് പകരം കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കൊണ്ടുവന്ന ഇലക്ട്രോണിക് തപാൽ സംവിധാനത്തിൻ്റെ പേരാണ്
ETPBS, ഇലക്ട്രോണിക്കലി ട്രാൻസ്മിറ്റഡ് പോസ്റ്റൽ ബാലറ്റ് സിസ്റ്റം എന്നാണ് ഫുൾ ഫോം. ഇലക്ട്രോണിക്കലി ട്രാൻസ്മിറ്റഡ് പോസ്റ്റൽ ബാലറ്റ് സിസ്റ്റം എന്നാണ് ETPBSന്റെ ഫുൾ ഫോം. തടവുകാരെ ചികിത്സിക്കുന്നതിനായി ജയിൽ വാർഡ് സ്ഥാപിക്കുന്ന ഇന്ത്യയിലെ ആദ്യത്തെ സംസ്ഥാനമാണ് കേരളം. തടവുകാരെ ചികിത്സിക്കുന്നതിനായി ജയിൽ വാർഡ് സംവിധാനം സ്ഥാപിക്കുന്ന ഇന്ത്യയിലെ ആദ്യത്തെ സംസ്ഥാനമാണ് കേരളം. ഇന്ത്യയിൽ കർഷകർ നടത്തിവരുന്ന സമരം ഏത് പേരിലാണ് അറിയപ്പെടുന്നത്? ദില്ലി ചലോ എന്നാണ് കർഷകർ നടത്തിവരുന്ന സമരം അറിയപ്പെടുന്നത്. ഏകദിന ക്രിക്കറ്റിൽ ഏറ്റവും വേഗത്തിൽ 12,000 റൺസ് തികയ്ക്കുന്ന ബാറ്റ്സ്മാൻ എന്ന റെക്കോർഡ് അടുത്തിടെ കരസ്ഥമാക്കിയ വ്യക്തി ആരാണ്? ഇന്ത്യയുടെ വിരാട് കോഹ്ലിയാണ് ഏകദിന ക്രിക്കറ്റിൽ ഏറ്റവും വേഗത്തിൽ 12,000 റൺസ് തികയ്ക്കുന്ന ബാറ്റ്സ്മാൻ. ഇന്ത്യയുടെ 2021 റിപ്പബ്ലിക് ദിന പരേഡിലെ മുഖ്യ അതിഥിയായി ക്ഷണിക്കപ്പെട്ടിരുന്ന വ്യക്തി ആരായിരുന്നു? ബോറിസ് ജോൺസണാണ് 2021 റിപ്പബ്ലിക് ദിന പരേഡിൽ ക്ഷണിക്കപ്പെട്ടിരുന്നത്. ബ്രിട്ടനിൽ ജനിതകമാറ്റം സംഭവിച്ച കൊറോണ വൈറസ് വ്യാപനത്തെ തുടർന്ന് അദ്ദേഹത്തിന്റെ ഇന്ത്യ സന്ദർശനം റദ്ദു ചെയ്യുകയുണ്ടായി. അന്താരാഷ്ട്ര ഒളിമ്പിക് കമ്മിറ്റിയുടെ പ്രസിഡന്റായി വീണ്ടും നിയമിതനായ വ്യക്തി ആരാണ്? തോമസ് ബാക്കാണ് അന്താരാഷ്ട്ര ഒളിമ്പിക് കമ്മിറ്റിയുടെ പ്രസിഡന്റായി വീണ്ടും നിയമിതനായത്. 93ാമത് അക്കാദമിക് അവാർഡുകളിൽ ഇന്ത്യയുടെ ഔദ്യോഗിക എൻട്രി ലഭിച്ച ഷോർട്ട് ഫിലിമാണ് ഷെയിംലെസ്. 93ാമത് അക്കാദമിക് അവാർഡുകളിൽ ഇന്ത്യയുടെ ഔദ്യോഗിക എൻട്രി ലഭിച്ച ഷോർട്ട് ഫിലിമാണ് ഷെയിംലെസ്. ഉപയോഗശൂന്യമായ വൈദ്യുതി ലൈനുകൾ നീക്കം ചെയ്യാനുള്ള KSEBിയുടെ പദ്ധതിയാണ് ഓപ്പറേഷൻ ശുദ്ധി. ഉപയോഗശൂന്യമായ വൈദ്യുതി ലൈനുകൾ നീക്കം ചെയ്യുവാനുള്ള KSEBിയുടെ പദ്ധതിയാണ് ഓപ്പറേഷൻ ശുദ്ധി. മികച്ച ചരിത്ര ഗ്രന്ഥത്തിനുള്ള 2020 പെൻ ഹെസൽ ടിൽറ്റ്മാൻ പുരസ്കാരത്തിന് അർഹയായ വ്യക്തിയാണ് അനിത ആനന്ദ്. മികച്ച ചരിത്ര ഗ്രന്ഥത്തിനുള്ള 2020 പെൻ ഹെസൽ ടിൽറ്റ്മാൻ പുരസ്കാരത്തിന് അർഹയായ വനിതയാണ് അനിത ആനന്ദ്. ബ്രിട്ടീഷ് ഇന്ത്യൻ എഴുത്തുകാരിയും പത്രപ്രവർത്തകയുമാണ് അനിത ആനന്ദ്. ഗ്രാമങ്ങൾക്ക് ജാതിപ്പേര് നൽകുന്നത് നിരോധിച്ചുകൊണ്ട് അടുത്തിടെ ഉത്തരവിറക്കിയ സംസ്ഥാനമാണ് മഹാരാഷ്ട്ര. ഗ്രാമങ്ങൾക്ക് ജാതിപ്പേര് നൽകുന്നത് നിരോധിച്ചുകൊണ്ട് അടുത്തിടെ ഉത്തരവിറക്കിയ സംസ്ഥാനമാണ് മഹാരാഷ്ട്ര. ലണ്ടനിലെ കേംബ്രിഡ്ജ് യൂണിവേഴ്സിറ്റിയുടെ രസതന്ത്ര വിഭാഗത്തിന് ഏത് ഇന്ത്യൻ ശാസ്ത്രജ്ഞന്റെ പേരാണ് നൽകിയത്? യൂസഫ് ഹമീദ്. ലണ്ടനിലെ കേംബ്രിഡ്ജ് യൂണിവേഴ്സിറ്റിയുടെ രസതന്ത്ര വിഭാഗത്തിന് ഏത് ഇന്ത്യൻ ശാസ്ത്രജ്ഞന്റെ പേരാണ് നൽകിയത്? യൂസഫ് ഹമീദ്. ഭോപ്പാൽ ദുരന്തത്തിൽ മരിച്ചവർക്ക് സ്മാരകം നിർമ്മിക്കും എന്ന് അടുത്തിടെ പ്രഖ്യാപിച്ച സംസ്ഥാനമാണ് മധ്യപ്രദേശ്. ഭോപ്പാൽ ദുരന്തത്തിൽ മരിച്ചവർക്ക് സ്മാരകം നിർമ്മിക്കും എന്ന് അടുത്തിടെ പ്രഖ്യാപിച്ച സംസ്ഥാനമാണ് മധ്യപ്രദേശ്. വിവാഹ ജീവിത പങ്കാളിയെ തിരഞ്ഞെടുക്കുന്നത് മൗലിക അവകാശമാണെന്ന് വിധി പുറപ്പെടുവിച്ച ഇന്ത്യയിലെ ഹൈക്കോടതിയാണ് കർണാടക ഹൈക്കോടതി. വിവാഹ ജീവിത പങ്കാളിയെ തിരഞ്ഞെടുക്കുന്നത് മൗലിക അവകാശമാണെന്ന വിധി പുറപ്പെടുവിച്ച ഇന്ത്യയിലെ ഹൈക്കോടതിയാണ് കർണാടക ഹൈക്കോടതി. ഇന്ത്യയിലെ ആദ്യത്തെ ഓർഗൻ ഡോണർ മെമ്മോറിയൽ സ്ഥാപിതമാകുന്ന നഗരം? രാജസ്ഥാനിലെ ജയ്പൂരിലാണ് ഇന്ത്യയിലെ ആദ്യത്തെ ഓർഗൻ ഡോണർ മെമ്മോറിയൽ സ്ഥാപിതമാകുന്നത്. 2020 ടൈം മാഗസിൻ കിഡ് ഓഫ് ദി ഇയറായി തിരഞ്ഞെടുക്കപ്പെട്ടത് ഗീതാഞ്ജലി റാവു. 2020 ടൈം മാഗസിൻ കിഡ് ഓഫ് ദി ഇയറായി തിരഞ്ഞെടുക്കപ്പെട്ടത് ഗീതാഞ്ജലി റാവു. 2020 ഡിസംബറിൽ എയ്ഡ്സ് ദിനവുമായി ബന്ധപ്പെട്ട് ലവ് ബ്രിഗേഡ് എന്ന പേരിൽ ബോധവൽക്കരണ ക്യാമ്പയിൻ ആരംഭിച്ച സംസ്ഥാനമാണ് മിസോറാം. 2020 ഡിസംബറിൽ എയ്ഡ്സ് ദിനവുമായി ബന്ധപ്പെട്ട് ലവ് ബ്രിഗേഡ് എന്ന പേരിൽ ബോധവൽക്കരണ ക്യാമ്പയിൻ ആരംഭിച്ച സംസ്ഥാനമാണ് മിസോറാം. കൃത്രിമ മാംസ്യ വിൽപ്പനയ്ക്ക് അനുമതി നൽകിയ ലോകത്തിലെ ആദ്യ രാജ്യമാണ് സിംഗപ്പൂർ. കൃത്രിമ മാംസ്യ വിൽപ്പനയ്ക്ക് അനുമതി നൽകിയ ലോകത്തിലെ ആദ്യ രാജ്യമാണ് സിംഗപ്പൂർ. 2020 ഡിസംബറിൽ സോഫ്റ്റ്വെയർ റിസർച്ചിന് അമേരിക്കയുടെ പേറ്റന്റ് ലഭിച്ച കേരളത്തിലെ സർവകലാശാലയാണ് ക്യുസാറ്റ്. 2020 ഡിസംബറിൽ സോഫ്റ്റ്വെയർ റിസർച്ചിന് അമേരിക്കയുടെ പേറ്റന്റ് ലഭിച്ച കേരളത്തിലെ സർവകലാശാലയാണ് ക്യുസാറ്റ്. ക്യുസാറ്റിന്റെ ഇപ്പോഴത്തെ വൈസ് ചാൻസലറാണ് KN മധുസൂദനൻ.
2020 ഡിസംബറിൽ കേന്ദ്ര സർക്കാർ പദ്ധതിയായ ഫിറ്റ് ഇന്ത്യയുടെ അംബാസിഡറായി നിയമിതനായ പരിശീലകനാണ് കുൽദീപ് ഹാൻഡു. 2020 ഡിസംബറിൽ കേന്ദ്ര സർക്കാർ പദ്ധതിയായ ഫിറ്റ് ഇന്ത്യയുടെ അംബാസിഡറായി നിയമിതനായ പരിശീലകനാണ് കുൽദീപ് ഹാൻഡു. ഇന്ത്യൻ അത്ലറ്റിക് ടീമിന്റെ മുഖ്യ കോച്ചായി നിയമിതനായ ആദ്യ മലയാളിയാണ് പി രാധാകൃഷ്ണൻ. ഇന്ത്യൻ അത്ലറ്റിക് ടീമിന്റെ മുഖ്യ കോച്ചായി നിയമിതനായ ആദ്യ മലയാളിയാണ് പി രാധാകൃഷ്ണൻ. ചന്ദ്രനിൽ കൊടി സ്ഥാപിക്കുന്ന രണ്ടാമത്തെ രാജ്യമാണ് ചൈന. ചന്ദ്രനിൽ കൊടി സ്ഥാപിക്കുന്ന രണ്ടാമത്തെ രാജ്യമാണ് ചൈന. 1969 അമേരിക്കയുടെ അപ്പോളോ മിഷനിലായിരുന്നു ആദ്യമായി ചന്ദ്രനിൽ കൊടി സ്ഥാപിച്ചത്. 1969 അപ്പോളോ മിഷൻ, അമേരിക്കയുടെ അപ്പോളോ മിഷനിലാണ് ആദ്യമായി ചന്ദ്രനിൽ കൊടി സ്ഥാപിക്കുന്നത്. 2020 ഏഷ്യൻ ഓഫ് ദി ഇയർ പുരസ്കാരം നേടിയ ഇന്ത്യക്കാരനാണ് ആദർ പൂനാവാല. ഡിസംബറിൽ ബഹിരാകാശത്തു നിന്നും സാമ്പിൾ കൊണ്ടുവന്ന ഹയബൂസ 2 ഏത് രാജ്യത്തിന്റെ ബഹിരാകാശ ദൗത്യമാണ്? ജപ്പാന്റെ ബഹിരാകാശ ദൗത്യമാണ് ഹയബൂസ 2. 2020 വേൾഡ് അത്ലറ്റ്സ് ഓഫ് ദി ഇയർ ആയി തിരഞ്ഞെടുക്കപ്പെട്ടത് ആരൊക്കെയാണ്? പുരുഷ താരമായി അർമന്ദ് ഡ്യൂപ്ലാന്റിസും വനിതാ താരമായി യുലിമർ റോജസുമാണ് തിരഞ്ഞെടുക്കപ്പെട്ടത്. 2020 വേൾഡ് അത്ലറ്റ് ഓഫ് ദി ഇയർ ആയി തിരഞ്ഞെടുക്കപ്പെട്ടത് അർമന്ദ് ഡ്യൂപ്ലാന്റിസും യുലിമർ റോജസുമാണ്. ഏത് സ്ഥാപനമാണ് 2021 ഫെബ്രുവരി വരെ ഇലക്ട്രിക് കാർ ചാർജിംഗ് സൗജന്യമാക്കിയത്? KSEB ആണ് 2021 ഫെബ്രുവരി വരെ ഇലക്ട്രിക് കാർ ചാർജിംഗ് സൗജന്യമാക്കിയത്. എവറസ്റ്റിന്റെ പുതിയ ഉയരം എത്രയാണ്? 8848.86 മീറ്ററാണ് എവറസ്റ്റിന്റെ പുതിയ ഉയരം. ചൈനയും നേപ്പാളും സംയുക്തമായാണ് എവറസ്റ്റിന്റെ പുതിയ ഉയരം പ്രഖ്യാപിച്ചത്. ഇന്ത്യക്ക് പുറത്തെ പ്രൊഫഷണൽ ഫുട്ബോൾ ക്ലബ്ബുമായി കരാർ ഒപ്പിടുന്ന ആദ്യ ഇന്ത്യൻ വനിതാ ഫുട്ബോൾ താരമാണ് ബാലാദേവി. ഇന്ത്യക്ക് പുറത്തെ പ്രൊഫഷണൽ ഫുട്ബോൾ ക്ലബ്ബുമായി കരാർ ഒപ്പിടുന്ന ആദ്യ ഇന്ത്യൻ വനിതാ ഫുട്ബോൾ താരമാണ് ബാലാദേവി. ഫിനാൻഷ്യൽ ടൈംസിന്റെ ഈ വർഷത്തെ ഏറ്റവും സ്വാധീനം ചെലുത്തിയ ലോക വനിതകളുടെ പട്ടികയിൽ കേരളത്തിൽ നിന്നും ഇടം നേടിയത് KK ശൈലജ ടീച്ചറാണ്. ഫിനാൻഷ്യൽ ടൈംസിന്റെ ഈ വർഷത്തെ ഏറ്റവും സ്വാധീനം ചെലുത്തിയ ലോക വനിതകളുടെ പട്ടികയിൽ കേരളത്തിൽ നിന്നും ഇടം നേടിയത് KK ശൈലജ ടീച്ചർ. പഠനത്തോടൊപ്പം സ്കൂൾ വിദ്യാർത്ഥികളുടെ വ്യക്തിത്വ വികസനത്തിനും വൈകാരിക പ്രശ്നങ്ങളുടെ പരിഹാരത്തിനും അധ്യാപകരെ മെന്ററാക്കിക്കൊണ്ട് വിദ്യാഭ്യാസ വകുപ്പ് നടപ്പിലാക്കുന്ന പദ്ധതിയാണ് സഹിതം. പഠനത്തോടൊപ്പം സ്കൂൾ വിദ്യാർത്ഥികളുടെ വ്യക്തിത്വ വികസനത്തിനും വൈകാരിക പ്രശ്നങ്ങളുടെ പരിഹാരത്തിനും അധ്യാപകരെ മെന്ററാക്കിക്കൊണ്ട് വിദ്യാഭ്യാസ വകുപ്പ് ആരംഭിക്കുന്ന പദ്ധതിയാണ് സഹിതം. ഐക്യരാഷ്ട്രസഭയുടെ 2020 നിക്ഷേപ പ്രോത്സാഹന അവാർഡ് അടുത്തിടെ ലഭിച്ചത് ഇൻവെസ് ഇന്ത്യ എന്ന പദ്ധതിക്കാണ്. ഐക്യരാഷ്ട്രസഭയുടെ 2020 നിക്ഷേപ പ്രോത്സാഹന അവാർഡ് ലഭിച്ചത് ഇൻവെസ് ഇന്ത്യ. അടുത്തിടെ രൂപീകൃതമായ ലോകാരോഗ്യ സംഘടനാ ഫൗണ്ടേഷന്റെ പ്രഥമ CEO ആയി നിയമിതനായ വ്യക്തിയാണ് അനിൽ സോണി. അടുത്തിടെ രൂപീകൃതമായ ലോകാരോഗ്യ സംഘടനാ ഫൗണ്ടേഷന്റെ പ്രഥമ CEO ആയി നിയമിതനായ വ്യക്തിയാണ് അനിൽ സോണി. സഹകരണ മേഖലയിലെ കേരളത്തിലെ ആദ്യത്തെ പഞ്ചനക്ഷത്ര ഹോട്ടലായ സപ്ത നിലവിൽ വരുന്ന ജില്ല വയനാട് ജില്ലയിലെ സുൽത്താൻ ബത്തേരിയിലാണ്. സഹകരണ മേഖലയിലെ ആദ്യത്തെ പഞ്ചനക്ഷത്ര ഹോട്ടലായ സപ്ത നിലവിൽ വരുന്നത്. പൊതു വൈഫൈ സൗകര്യങ്ങൾ വിപുലമാക്കുന്നതിനായി അടുത്തിടെ കേന്ദ്ര സർക്കാർ ആരംഭിച്ച പദ്ധതിയാണ് PM വാണി. പൊതു വൈഫൈ സൗകര്യങ്ങൾ വിപുലമാക്കുന്നതിനായി അടുത്തിടെ കേന്ദ്ര സർക്കാർ ആരംഭിച്ച പദ്ധതിയാണ് PM വാണി. കാനഡയുടെ ദേശീയ പുരസ്കാരമായ ഓർഡർ ഓഫ് കാനഡ അടുത്തിടെ ലഭിച്ച മലയാളി ഡോക്ടറാണ് ഡോക്ടർ ആലീസ് ബെഞ്ചമിൻ. കാനഡയുടെ ദേശീയ പുരസ്കാരമായ ഓർഡർ ഓഫ് കാനഡ അടുത്തിടെ ലഭിച്ച മലയാളി ഡോക്ടറാണ് ഡോക്ടർ ആലീസ് ബെഞ്ചമിൻ. കോവിഡ് പശ്ചാത്തലത്തിൽ പുതിയ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുന്നത് പ്രോത്സാഹിപ്പിക്കുന്നതിനായി അടുത്തിടെ കേന്ദ്ര സർക്കാർ ആരംഭിച്ച പദ്ധതിയാണ് ആത്മനിർഭർ ഭാരത് റോസ്ഗാർ യോജന. കോവിഡ് പശ്ചാത്തലത്തിൽ പുതിയ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുന്നത് പ്രോത്സാഹിപ്പിക്കുന്നതിനായി അടുത്തിടെ കേന്ദ്ര സർക്കാർ ആരംഭിച്ച പദ്ധതിയാണ് ആത്മനിർഭർ ഭാരത് റോസ്ഗാർ യോജന.
2024 പാരീസ് ഒളിമ്പിക്സിൽ മത്സര ഇനമായി ഉൾപ്പെടുത്തുവാൻ IOC അടുത്തിടെ തീരുമാനിച്ച നൃത്തരൂപമാണ് ബ്രേക്ക് ഡാൻസ്. 2024 പാരീസ് ഒളിമ്പിക്സിൽ മത്സര ഇനമായി ഉൾപ്പെടുത്തുവാൻ ഇന്റർനാഷണൽ ഒളിമ്പിക് കമ്മിറ്റി അടുത്തിടെ തീരുമാനിച്ച നൃത്തരൂപമാണ് ബ്രേക്ക് ഡാൻസ്. പ്രവാസി ഭാരതീയ ദിവസ് സമ്മാൻ അവാർഡ് ജൂറി അംഗമായി അടുത്തിടെ തിരഞ്ഞെടുക്കപ്പെട്ട വ്യക്തിയാണ് MA യൂസഫ് അലി. പ്രവാസി ഭാരതീയ ദിവസ് സമ്മാൻ അവാർഡ് ജൂറി അംഗമായി അടുത്തിടെ തിരഞ്ഞെടുക്കപ്പെട്ട വ്യക്തിയാണ് MA യൂസഫ് അലി. ദക്ഷിണാഫ്രിക്ക, ഇംഗ്ലണ്ട്, ന്യൂസിലൻഡ്, ഓസ്ട്രേലിയ എന്നീ രാജ്യങ്ങളിൽ അന്താരാഷ്ട്ര 2020 പരമ്പര നേടുന്ന ആദ്യ ഇന്ത്യൻ ക്യാപ്റ്റനാണ് വിരാട് കോഹ്ലി. ദക്ഷിണാഫ്രിക്ക, ഇംഗ്ലണ്ട്, ന്യൂസിലൻഡ്, ഓസ്ട്രേലിയ എന്നീ രാജ്യങ്ങളിൽ അന്താരാഷ്ട്ര 2020 പരമ്പര നേടുന്ന ആദ്യ ഇന്ത്യൻ ക്യാപ്റ്റനാണ് വിരാട് കോഹ്ലി. ഇന്റർനാഷണൽ മാരിടൈം ഓർഗനൈസേഷൻ അംഗീകാരം അടുത്തിടെ ലഭിച്ച ഇന്ത്യയുടെ ഗതിനിർണയ ഉപഗ്രഹ സംവിധാനമാണ് നാവിക്. ഇന്റർനാഷണൽ മാരിടൈം ഓർഗനൈസേഷൻ അംഗീകാരം ലഭിച്ച ഇന്ത്യയുടെ ഗതിനിർണയ ഉപഗ്രഹ സംവിധാനമാണ് നാവിക്. നാവിഗേഷൻ വിത്ത് ഇന്ത്യൻ കോൺസ്റ്റലേഷൻ എന്നാണ് നാവികിന്റെ ഫുൾ ഫോം. അപ്രതീക്ഷിത സംഭവങ്ങളിൽ കൃഷിനാശനഷ്ടം സംഭവിക്കുന്ന കർഷകർക്ക് ധനസഹായം നൽകുന്ന കേന്ദ്ര സർക്കാർ പദ്ധതിയാണ് പ്രധാനമന്ത്രി ഫസൽ ബീമ യോജന. അപ്രതീക്ഷിത സംഭവങ്ങളിൽ കൃഷിനാശം സംഭവിക്കുന്ന കർഷകർക്ക് ധനസഹായം നൽകുന്ന കേന്ദ്ര സർക്കാർ പദ്ധതിയാണ് പ്രധാനമന്ത്രി ഫസൽ ബീമ യോജന. നാസയുടെ ചാന്ദ്രദൗത്യ സംഘമായ ആർട്ടമിസിൽ പങ്കാളിയാകുന്ന ഇന്ത്യൻ അമേരിക്കൻ വംശജനാണ് രാജ ചാരി. നാസയുടെ ചാന്ദ്രദൗത്യ സംഘമായ ആർട്ടമിസിൽ പങ്കാളിയാകുന്ന ഇന്ത്യൻ അമേരിക്കൻ വംശജനാണ് രാജ ചാരി. ഓ മിസോറാം ആരുടെ കവിതാ സമാഹാരമാണ്? PS ശ്രീധരൻപിള്ളയുടെ കവിതാ സമാഹാരമാണ് ഓ മിസോറാം. മിസോറാമിന്റെ ഇപ്പോഴത്തെ ഗവർണറാണ് PS ശ്രീധരൻപിള്ള. ടൈം മാഗസിൻ പേഴ്സൺ ഓഫ് ദി ഇയർ 2020 ആയി തിരഞ്ഞെടുക്കപ്പെട്ടത് ജോ ബൈഡൻ ആൻഡ് കമല ഹാരിസ്. ടൈം മാഗസിന്റെ പേഴ്സൺ ഓഫ് ദി ഇയർ 2020 തിരഞ്ഞെടുക്കപ്പെട്ടവരാണ് ജോ ബൈഡനും കമല ഹാരിസും. US പാർലമെന്റിലെ പ്രോഗ്രസീവ് കോക്കസ് അധ്യക്ഷയായി അടുത്തിടെ തിരഞ്ഞെടുക്കപ്പെട്ട മലയാളിയാണ് പ്രമീള ജയപാൽ. US പാർലമെന്റിലെ പ്രോഗ്രസീവ് കോക്കസ് അധ്യക്ഷയായി അടുത്തിടെ തിരഞ്ഞെടുക്കപ്പെട്ട മലയാളിയാണ് പ്രമീള ജയപാൽ. 2020 ഡിസംബറിൽ വിജയകരമായി വിക്ഷേപിച്ച ഇന്ത്യയുടെ നൂതന വാർത്താവിനിമയ ഉപഗ്രഹമാണ് CMS-01. 2020 ഡിസംബറിൽ വിജയകരമായി വിക്ഷേപിച്ച ഇന്ത്യയുടെ നൂതന വാർത്താവിനിമയ ഉപഗ്രഹമാണ് CMS-01. വിക്ഷേപണ വാഹനമാണ് PSLV C-50. PSLV C-50യിലാണ് CMS-01 വിക്ഷേപിച്ചത്. 2020 ഡിസംബർ 17-നാണ് CMS-01 വിക്ഷേപിച്ചത്. യുനെസ്കോ വേൾഡ് ഹെറിറ്റേജ് സൈറ്റ് ലിസ്റ്റിൽ ഇടം നേടിയ മധ്യപ്രദേശിലെ നഗരങ്ങളാണ് ഓർച്ച, ഗ്വാളിയർ. യുനെസ്കോ വേൾഡ് ഹെറിറ്റേജ് സൈറ്റ് ലിസ്റ്റിൽ ഇടം നേടിയ മധ്യപ്രദേശിലെ നഗരങ്ങളാണ് ഓർച്ച, ഗ്വാളിയർ. സ്ത്രീകൾക്കും കുട്ടികൾക്കും എതിരെയുള്ള ലൈംഗിക അതിക്രമങ്ങൾ ഉൾപ്പെടെയുള്ള കുറ്റകൃത്യങ്ങൾക്ക് വധശിക്ഷ നൽകുന്ന നിയമം അടുത്തിടെ കൊണ്ടുവന്ന ഇന്ത്യൻ സംസ്ഥാനമാണ് മഹാരാഷ്ട്ര. സ്ത്രീകൾക്കും കുട്ടികൾക്കും എതിരെയുള്ള ലൈംഗിക അതിക്രമങ്ങൾ ഉൾപ്പെടെയുള്ള കുറ്റകൃത്യങ്ങൾക്ക് വധശിക്ഷ നൽകുന്ന നിയമം അടുത്തിടെ കൊണ്ടുവന്ന ഇന്ത്യൻ സംസ്ഥാനമാണ് മഹാരാഷ്ട്ര. 2021 ക്ലൈമറ്റ് ചേഞ്ച് പെർഫോമൻസ് ഇൻഡെക്സിൽ ഇന്ത്യയുടെ സ്ഥാനം 10ആണ്. 2021 ക്ലൈമറ്റ് ചേഞ്ച് പെർഫോമൻസ് ഇൻഡെക്സിൽ ഇന്ത്യയുടെ സ്ഥാനം 10. അടുത്തിടെ അന്തരിച്ച വിഖ്യാത ദക്ഷിണ കൊറിയൻ സംവിധായകനും തിരക്കഥാകൃത്തുമായ വ്യക്തിയായിരുന്നു കിം കി ഡുക്. കിം കി ഡുക്കാണ് അടുത്തിടെ അന്തരിച്ച വിഖ്യാത ദക്ഷിണ കൊറിയൻ സംവിധായകനും തിരക്കഥാകൃത്തും.